തിരുവനന്തപുരത്ത് കരമനയിലുള്ള കതിർ TVSൽ നിന്നും ഇരുചക്രവാഹനം വാങ്ങിയ ഒരാൾ നേരിട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനിടെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അനശ്വരയ്ക്കും ക്യാമറാമാൻ അനിൽകുമാറിനും നേരെ TVS ജീവനക്കാരൻ കയ്യേറ്റം നടത്തിയത്. എന്നാൽ വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചത് കതിർ TVSനെതിരെയുള്ള 100ഓളം പരാതികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം പരാതികളാണ് ലഭിച്ചത്. അവയിൽ ചിലത് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടതാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാനും TVSൻ്റെ ഒരു വണ്ടി എടുത്ത് പെട്ട ആളാണ്. പക്ഷെ അത് കതിർ എന്നല്ല, TVS SV മോട്ടോഴ്സ് ഇൻചക്കിൾ പുതിയ മോട്ടോഴ്സാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ബാധിക്കപ്പെട്ട ആളാണ് ഒരു വർഷം മുമ്പ്. പിന്നെ ഇത് ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ കൺസ്യൂമർ കോർട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ TVSൻ്റെ വണ്ടി എടുത്തവർ ഇതുപോലെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇട്ട് നോക്കി അറിയാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ SV മോട്ടോഴ്സും അതുപോലെ ഖത്തർ ഒരു രക്ഷയില്ലാത്തതാണ്. ഈ സെയിം മാനേജറിന്റെ കേസിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് വണ്ടി എടുത്തപ്പോൾ നമ്മളതിലും വീഡിയോ സഹിതം കിടപ്പുണ്ട്. ഈ പുള്ളിക്കാരൻ പുതിയ വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ മോശമായിട്ട് നമ്മളുടെ പെരുമാറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളുടെ കിടപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ലീഗലി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം. കതിർ TVSലെ ജീവനക്കാരുടെ സംസ്കാര ശൂന്യതയ്ക്ക്, അവരുടെ മോശം പെരുമാറ്റത്തിന്, അവരുടെ പണക്കൊതിക്ക്, ചതിക്കും വഞ്ചനയ്ക്കും ഇനിയും ഇരയാകണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.